തിരികെ വാർത്തകളിലേക്ക്. ആശമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരത്തിൽ CPM പ്രാദേശിക ഘടകങ്ങൾ ആശങ്കയിൽ. സമരം നീളുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വിലയിരുത്തൽ. ആശമാർക്കെതിരെ നേതാക്കളുടെ അധിക്ഷേപങ്ങൾ സ്ത്രീ വോട്ടർമാരെ അകറ്റുമെന്നും മുന്നറിയിപ്പ്. സമരം ഒത്തുതീർക്കണമെന്ന് നേരത്തെ LDF യോഗത്തിൽ RJDയും CPIയും ആവശ്യപ്പെട്ടിരുന്നു. അവരുമായി പ്രജിത്ത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ആശാ വർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരം അത് CPMനെ ഇടതുമുന്നണിയെ സാരമായി ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിന് മുന്നറിയിപ്പ് CPMൻ്റെ പ്രാദേശിക ഘടകങ്ങൾ ഇതിനോടകം തന്നെ നൽകുന്നുണ്ട്. ഒപ്പം RJDയും CPIയും അടക്കമുള്ള സഖ്യകക്ഷികളും ഈ ഒരു സമരം അതിവേഗത്തിൽ ഒത്തുതീർപ്പാക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലേ? നിഖിൽ, അങ്ങനെ തന്നെയാണ്. ഈ ആശമാരുടെ സമരം അധിക്ഷേപിച്ചില്ലാതാക്കാൻ CPM വലിയ രീതിയിലുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടതോടെ അങ്കലാപ്പിലാണ് ആകെ പാർട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആശമാരുടെ സമരത്തെ ഇപ്പോഴും അധിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രാദേശിക ഘടകങ്ങൾ അപകടം വലിയ രീതിയിൽ തിരിച്ചറിയുന്നുണ്ട്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഈ ആശമാരുടെ സമരം, അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരുടെയൊക്കെ സമരം തുടർന്ന് പോയാൽ ഉണ്ടാകും എന്നുള്ളത് CPM പ്രാദേശിക ഘടകങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നു. കാരണം പലപ്പോഴും ഈ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ അംഗനവാടി ജീവനക്കാർക്കൊക്കെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ അത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ ആ വിഷയങ്ങൾ ചർച്ചയാകും, അല്ലെങ്കിൽ പ്രാദേശിക തലങ്ങളിലൊക്കെ ആ വിഷയം ചർച്ചയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തന്നെ സർക്കാർ ഈ സമരങ്ങളോട് കാണിക്കുന്ന രീതിയും പ്രാദേശിക തലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് സമരമുഖത്ത് കൂടുതലുള്ളത്. ആ സ്ത്രീകളോട് സർക്കാർ കാണിക്കുന്ന ഒരു നയം അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാകുകയും അതോടൊപ്പം പ്രാദേശിക തലങ്ങളിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്നുള്ളതാണ് CPMന്റെ പ്രാദേശിക ഘടകങ്ങൾ വിലയിരുത്തുന്നത്. സർക്കാരിന്റെ ഈ നയസമീപനങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വോട്ട് കുറയ്ക്കാനുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം നേതാക്കൾ ഈ സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ള അധിക്ഷേപങ്ങൾ, ചില മോശം പരാമർശങ്ങളൊക്കെ അത് വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെയാണ് അത്തരം ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളെങ്കിലും പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ വലിയ തിരിച്ചടി നേരിടും എന്നുള്ളത് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും നേരത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായെന്നുള്ള കണക്കുകൂട്ടിലേക്ക് CPM എത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ വോട്ട് ചോർച്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഈ ആശാപ്രവർത്തകരുടെ വിഷയങ്ങൾ ചർച്ചയാകുന്ന മേഖലകളിലെല്ലാം ഉള്ള സംഘടനാ തലത്തിൽ ഉള്ള കണക്ക് കൂട്ടലുകൾ, ജില്ലാ തലങ്ങളിൽ വരെയുള്ള നേതാക്കളൊക്കെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ സംസ്ഥാന തലത്തിൽ ഈ വിഷയം പരിഹരിക്കാൻ സർക്കാർ സ്വീകരിക്കാത്ത ഒരു നടപടി സ്വീകരിക്കാത്തതാണ് നേതാക്കൾക്കിടയിലെ പ്രധാനപ്പെട്ട ആശങ്ക എന്നുള്ളത്. കാരണം മുഖ്യമന്ത്രി ഇപ്പോഴും ഈ ആശാ ജീവനക്കാരെ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ തയ്യാറായിട്ടില്ല. ആരോഗ്യമന്ത്രി ആകട്ടെ നടത്തിയ നാടകം എന്താണ് എന്നുള്ളത് എല്ലാവരും കണ്ടു. അപ്പോൾ സർക്കാർ ഏത് രീതിയിലുള്ള സമീപനമാണ് ഈ ആശാപ്രവർത്തകരോട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ചർച്ചയാകുന്നതും. അതിന് വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ നിലപാടുകളിലേക്കൊക്കെ ആളുകൾ പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പാർട്ടിയിലെ പലരും അല്ലെങ്കിൽ പല നേതാക്കളും കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം സജീവമായി നിലനിൽക്കുന്നുണ്ട്. പ്രാദേശിക തലങ്ങളിൽ ഇപ്പോൾ തന്നെ പല പദ്ധതികളും സർക്കാരിന് കൃത്യമായി നടക്കാത്ത സാഹചര്യമുണ്ട്. കൃത്യമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകാത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ പലതും പലപ്പോഴായി മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം കാര്യത്തിലൊക്കെ ഇപ്പോൾ തന്നെ ഈ സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിൽ ഉണ്ട് എന്നുള്ളത് CPMന്റെ കേഡറുകൾ, പാർട്ടി പ്രാദേശിക നേതാക്കളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ആശമാരുടെ സമരം കൂടുതൽ നെഗറ്റീവായി സർക്കാരിനെയും വരുന്ന തെരഞ്ഞെടുപ്പിനെയും എല്ലാം ബാധിക്കുമെന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശങ്ക എന്നുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഈ LDFലെ ഘടകകക്ഷികളും ഈ വിഷയം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ നാം കണ്ടത്. RJD അടക്കമുള്ളവർ ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ആശമാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. CPIയും അതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയാകട്ടെ ഈ വിഷയത്തിൽ ചർച്ച എന്നുള്ളൊരു സമീപനം പോലും LDF യോഗത്തിൽ അറിയിച്ചിട്ടില്ല, അങ്ങനെ ഒരു താല്പര്യം പോലും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നു. എന്തായാലും അടിത്തട്ടിൽ വലിയ അടിയൊഴുക്കുകൾക്ക് ഈ ആശമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ഒക്കെ സമരം വഴിവെക്കുമെന്ന് തന്നെയാണ് CPMന്റെ പ്രാദേശിക ഘടകങ്ങളുടെ വിലയിരുത്തലും ആശങ്കയും. നിഖിൽ, ശരി പ്രജിത്ത്, ആശമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും സമരത്തിൽ CPM പ്രാദേശിക ഘടകങ്ങൾ ആശങ്കയിലാണ്. സമരം നീളുന്നത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പ്രാദേശിക ഘടകങ്ങളുടെ വിലയിരുത്തൽ. ഒപ്പം തന്നെ ഈ ഒരു സമരം എത്രയും വേഗത്തിൽ ഒത്തുതീർപ്പാക്കണം എന്ന് RJDയും CPIയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത് മോഹനൻ.